ഈ ഒരു പോസ്റ്റിന്റെ കമന്റ് ബോക്സിൽ എൻഗേജ് ചെയ്തിട്ടുള്ള ടീനേജേഴ്സും യങ്സ്റ്റേഴ്സും അവരുടെ മെന്റാലിറ്റിയെ കുറിച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. S7 മീഡിയ എന്നാൽ നീ കിളക്കാൻ പോയിക്കോ. ഈ S7 മീഡിയയുടെ പ്രൊഫൈലിലേക്ക് കയറി നോക്കിക്കഴിഞ്ഞാൽ കുറേയധികം ആക്ടേഴ്സിൻ്റെ കുറേ മാസ രംഗങ്ങളൊക്കെ കുത്തി നിറച്ച് വെച്ചിട്ടുണ്ട്. സ്വന്തമായിട്ട് ആളുകളുമായി സംബന്ധിക്കാനായിട്ട് ഒരു പേരില്ല, ഒരു ഫേക്ക് ഐ ഡി ഉള്ളതുകൊണ്ട് എന്നാ എടാ പോടാ നീ എന്നൊക്കെ പറഞ്ഞ് ആരെ വേണമെങ്കിലും വിളിക്കാം. അങ്ങനെ വിളിക്കുന്നതുകൊണ്ട് പ്രശ്നം ഉണ്ടായിട്ടല്ല, അത് വിളിക്കുന്നവന് അത് നേരിട്ട് ഒരുത്തൻ്റെ മുഖത്ത് നോക്കി അല്ലെങ്കിൽ ഒരാളുടെ മുഖത്ത് നോക്കി വിളിക്കാനായിട്ടുള്ള ആർജവം, നേരെ നിൽക്കാനായിട്ടുള്ള ആർജവം ഉണ്ടാകണം. അല്ലാതെ ഒരു ഫേക്ക് ഐ ഡി ഉണ്ടാക്കിയിട്ട് എന്നാൽ നീ കളിക്കാൻ പോയിക്കോ എന്നൊക്കെ ഒരാളോട്, ഒരു മേഖലയിൽ പ്രാവീണ്യം തെളിച്ചിട്ടുള്ള ഒരാളോട് പറയാനായിട്ട് ഇവനക്കാരാണ്. ഇയാൾ പടമൊന്നും പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളായിരിക്കില്ല, അവനായിട്ടുള്ള ഒരു സാധ്യതയില്ല. അതേപോലെ തന്നെ ടിക്കറ്റ് എടുക്കണമെങ്കിൽ പോലും വല്ല ആളുകളോടും തണ്ടേണ്ട ചില സാഹചര്യം ഉണ്ടാവും. എന്നാലും ചില അതോറിറ്റി ഉണ്ട്. ഇപ്പോൾ സ്ത്രീകളായിട്ടുള്ള ആളുകൾ എന്തെങ്കിലുമൊക്കെ നിലപാടുകളൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ അവരെ ചോദ്യം ചെയ്യാനായിട്ടുള്ള ഒരു അതോറിറ്റി തനിക്കുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഏതെങ്കിലുമൊക്കെ കീടമായിരിക്കും. സ്വന്തമായിട്ട് ഒരു ഇൻഡസ്ട്രിയിലെ നിലപാട് ഒരു സ്ത്രീ പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്കെതിരെയുള്ള ആക്രമണമൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നതാണ്. അതും ഈ പറയുന്ന സിനിമയിലെ ഏട്ടന്മാരുടെ കുളിരണിയിക്കുന്ന രംഗങ്ങൾ ഇങ്ങനെ സ്വന്തം പ്രൊഫൈൽ ഉണ്ടാക്കി അതിൽ വീണ്ടും വീണ്ടും ഇങ്ങനെ ഇട്ട് കാണുന്ന ഒരുത്തന് ഇതിൽ കൂടുതൽ എന്ത് പറയാൻ പറ്റും?